ഞാനൊരു കാര്യം പറയാം. എനിക്ക് യാത്രകൾ ഒരുപാട് ഇഷ്ടമാണ്. അപ്പം എന്തിനാണ് ഇത് പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ യാത്ര ചെയ്യുന്നത് എപ്പോഴും എൻ്റെ കുടുംബത്തിനൊപ്പമാണ്. കുടുംബം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയും എൻ്റെ മകനും, ഞങ്ങൾ 3 പേരുണ്ടാണ് യാത്ര ചെയ്യുന്നത്. അപ്പം എൻ്റെ ഭാര്യയ്ക്ക് അത്ര യാത്രകളോട് വലിയ താല്പര്യമൊന്നും തുടക്കത്തിലില്ലായിരുന്നു. കാരണം ഇഷ്ടമല്ലായിരുന്നു അങ്ങനെ യാത്ര ചെയ്യുന്നത്. പക്ഷേ എനിക്കാണെങ്കിൽ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് യാത്രയെന്ന് പറയുമ്പോൾ എനിക്കത് ഒരു ഒരു വിമാനത്തിൽ കയറി യാത്ര ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരുപാട് ദൂരേക്ക് പോകണമെന്നൊന്നുമില്ല. ചെറിയ യാത്രകൾ പോലും എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പം ഞങ്ങളുടെ ഒരു ചെറിയ നാട്ടിൽ ഞങ്ങൾ വർഷത്തിൽ 2 ചെറിയ യാത്രകൾ കേരളത്തിൽ നടത്തുന്നത്. മിക്കവാറും ഞങ്ങൾ പോകുന്നൊരു സ്ഥലമാണ് മൂന്നാറും അല്ലെങ്കിൽ തേക്കടി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. എൻ്റെ മോൻ കുഞ്ഞായിരുന്നു, ഇഷ്ടമായിരുന്നു. അപ്പം അവിടെ പോകുമ്പം ഈ ഡിസംബർ മാസത്തിലൊക്കെ അവിടെ പോകുന്ന സമയത്ത് ഞാൻ പോകുന്നതിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്. കാരണം വണ്ടി ഓടിച്ച് പോകുമ്പോൾ പലപ്പോഴും ഈ കോടമഞ്ഞ് വീഴും. ചിലപ്പം നമ്മൾ കയറ്റമൊക്കെ ഇങ്ങനെ കയറി അടിവാരമൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴേക്കും അപ്പം ചില സമയത്ത് നല്ലതുപോലെ കോടമഞ്ഞിങ്ങനെ വീണിട്ടുന്നപ്പം നമ്മുടെ ചിലപ്പം തൊട്ട് ഫ്രണ്ടിൽ പോകുന്ന വണ്ടികളൊക്കെ കാണാൻ പറ്റാത്ത. അപ്പം അത് വളരെ അപൂർവമായിട്ടാണ് കേട്ടോ കിട്ടുന്നത് ഈ ഒരു ഇങ്ങനത്തെ കോടമഞ്ഞ്. അപ്പം ഞാനവിടെ മഞ്ഞുണ്ടല്ലോ, അപ്പോൾ അവിടെ എവിടെയെങ്കിലും ഒരു മഞ്ഞ് തുള്ളിയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം കണ്ടിട്ടില്ല ജീവിതത്തിൽ മഞ്ഞ് തുള്ളി അങ്ങനെ നമ്മുടെ നാട്ടിൽ. അപ്പം അങ്ങനെ ഇത് കാണാൻ വേണ്ടി പോകും. പക്ഷേ വളരെ അപൂർവമായിട്ട് ചിലപ്പം ഇങ്ങനെ നമുക്ക് മഞ്ഞ് കാണും. അപ്പോൾ അതിൽ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് 3 പേർക്കും മഞ്ഞിൽ കൂടി ഇങ്ങനെ പതിയെ വണ്ടി ഇങ്ങനെ ഓടിച്ചിങ്ങനെ പോവുക. അപ്പോൾ ഭയങ്കര സന്തോഷമാണത്. ഇപ്പം ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഇപ്പം കുറേ വർഷങ്ങൾക്ക് ശേഷം ഇപ്പം ഞങ്ങളിപ്പം വേറൊരു രാജ്യത്താണ്. ഈ രാജ്യത്ത് ഞാൻ ഇപ്പം നടക്കുന്നത് ഇതിപ്പം ജനുവരി മാസമാണ്. ഇപ്പം ഇവിടുത്തെ ഒരു വിൻ്റർ ടൈമാണ്. അപ്പം നിറയെ മഞ്ഞ് വീണ് കിടക്കുകയാണ്. അപ്പം ഞാൻ ആലോചിക്കുന്നത്, പണ്ട് ഞാൻ ആ കോടമഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് കുറേ കിലോമീറ്ററുള്ള ദൂരം ഞാൻ പോയി കാണാൻ പോകുന്നത്, അത് ചിലപ്പം കാണാൻ പറ്റാതെ തിരിച്ചു വരുന്നതും ഇപ്പം ഞാനൊരു മായിക ലോകത്ത് പോലെയാണ്. ശരിക്കും ഒരു ഫെയറി ടെയിൽ പോലെയാണ് ഇപ്പം ഞാൻ കാണുന്നത്. നിറയെ മഞ്ഞുള്ള സ്ഥലത്തു കൂടി നടന്നു പോകുന്നത്. ഇതിപ്പോൾ ഒരു വൈകുന്നേരം 5-5:30 മണി സമയമാണ്. ഞാനിതിലേക്കിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്ന് ശരിക്കും ആസ്വദിച്ച് ഞാൻ നടന്ന് മഞ്ഞ് എൻജോയ് ചെയ്ത് പോകണം. അപ്പോൾ ഞാൻ ഒരു പൂവ് ചോദിച്ചു, അതായത് നമ്മളുടെ മഞ്ഞ് ചോദിച്ചപ്പോൾ ഇപ്പം എനിക്കൊരു പൂക്കാലം പോലെ ഒരു മഞ്ഞ് രാജ്യത്ത് തന്നെ ഞാൻ നിൽക്കുകയാണ്. ഞാൻ വളരെ സന്തോഷം. ദൈവത്തിൻ്റെ അടുത്ത് ഒരുപാട് നന്ദി. ഇപ്പം ഞാൻ ഈ ഫെയറി ടെയിൽ എൻജോയ് ചെയ്യാണ് ഞാൻ.